മഴതോരും മുമ്പേ എന്ന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞകാല സംഭവങ്ങൾ എല്ലാം അലീന സ്റ്റാൻലിയുടെ മുമ്പിൽ താൻ അറിഞ്ഞതിന് പ്രകാരം വിവരിച്ച് കേൾപ്പിച്ചു. എല്ലാം കേട്ടതിന് ശേഷം എന്തു മറുപടി പറയണമെന്നറിയാതെ സ്റ്റാൻലി മൗനമായി നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും അലീന, പപ്പ പപ്പ ഇതൊന്നും ഓർക്കാറില്ലേ? വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും? ഏയ് ഇല്ല. അതു പറയുമ്പോൾ ഒരു നിസ്സാരത പോലെയായിരുന്നു സ്റ്റാൻലിയുടെ സംസാരം. പപ്പയ്ക്ക് അമ്മയെ ഒന്നും കൂടെ കാണണമെന്ന് തോന്നിയിട്ടില്ലേ ഒരിക്കലെങ്കിലും? ഇല്ല. നിങ്ങൾ എന്തുമാത്രം സ്നേഹിച്ചിരുന്നതാണ് പപ്പ. എന്നിട്ടും എങ്ങനെയാ ഒരാൾക്കും മറ്റൊരാളെ തീർത്തും മറക്കാൻ കഴിയുന്നത്? നമ്മുടെ കുറ്റമല്ല മോളെ, കാലം. അതാണ് എല്ലാം മാറ്റിമറിച്ചത്. എനിക്കാണെങ്കിൽ നിങ്ങൾ തമ്മിൽ കാണുന്നതിനെക്കുറിച്ച് ഓർക്കുന്നത് പോലും എന്തൊരു സന്തോഷമാണെന്നറിയാമോ? ഒന്നും മിണ്ടണ്ട, വെറുതെ ഒന്ന് കണ്ടാൽ മാത്രം മതി. അതിനൊന്നും ഒരു അർത്ഥവുമില്ല. ഇനി പപ്പ, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ. പപ്പ അതെനിക്ക് സാധിച്ചു തരുമോ? അങ്ങനെ വാക്ക് തരാനൊന്നും പറ്റില്ല, എന്നാലും നീ പറ. പപ്പയും മമ്മിയും കൂടി ഒന്നിച്ചു നിന്നിട്ട് എന്നെ നടുക്ക് നിർത്തി ഒരു ഫോട്ടോ എടുക്കണം. അതൊന്നും നടപ്പുള്ള കാര്യമല്ല കൊച്ചേ. നടക്കും. പപ്പയൊന്ന് നിന്നാൽ മാത്രം മതി. ഞാൻ അതിനുള്ള അവസരം ഉണ്ടാക്കിക്കൊള്ളാം. അലീന, നീ ഇങ്ങനെയുള്ള സില്ലി കാര്യങ്ങളൊന്നും തലയിൽ കൊണ്ട് നടക്കരുത്. എന്നാൽ എനിക്കൊരു ആഗ്രഹം കൂടി പപ്പയോട് പറയാനുണ്ട്. പറയട്ടെ? സ്റ്റാൻലി സംശയത്തോട് മകളെ നോക്കി. എന്നിട്ട് പറയുകയാണ്. പറഞ്ഞോ, കേൾക്കാം. ഒരു ദിവസം പപ്പ എന്നെ അമ്മയുടെ അടുത്തൊന്ന് കൊണ്ടുപോകണം. എന്നെ പിടിച്ച് അമ്മയുടെ മുമ്പിൽ നിർത്തിയിട്ട് പപ്പ പറയണം അവൾ നമ്മളുടെ മോളാണെന്ന്. പപ്പയല്ലാതെ ആരു പറഞ്ഞാലും അമ്മയ്ക്കത് താങ്ങാൻ പറ്റില്ല. അപ്പോഴേക്കും അലീനയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. സ്റ്റാൻലി ഒന്നും മിണ്ടാതെ സാവധാനം മുറി വിട്ടു പുറത്തേക്ക് പോയി. സ്റ്റാൻലി തുടർന്ന് തൻ്റെ മുറിയിലേക്ക് പോയി കിടക്കയിൽ കയറി കിടന്നു. ദീർഘനേരങ്ങൾ കഴിഞ്ഞിട്ടും അയാൾക്ക് ഉറക്കം വരുന്നില്ല. ഓർമ്മകൾ വർഷങ്ങളുടെ പിൻപിലേക്ക് പോവുകയാണ്. അതൊരു കളിത്തമാശയായിരുന്നു അന്ന്. കാലേക്കൂട്ടിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് ഒപ്പിക്കുന്ന കുസൃതികൾ. വൈജയന്തിയെ താജ്മഹലിലേക്ക് അയക്കും. അവളുടെ കയ്യിൽ ബൈനോക്കുലറും ഉണ്ടാകും. താൻ എന്നിട്ട് ആഗ്ര ഫോർട്ടിലേക്ക് പോകും. തൻ്റെ കയ്യിലും ഉണ്ടാകും ബൈനോക്കുലർ. വൈജയന്തി താജ്മഹലിൻ്റെ പിൻഭാഗത്ത് മാർബിൾ തളത്തിൽ യമുനയ്ക്ക് അഭിമുഖമായി വന്ന് നിൽക്കും. കിഴക്കേ മാർബിൾ ഗോപുരത്തിൽ ചാരിയാവും നിൽപ്പ്. ആഗ്ര ഫോർട്ടിൻ്റെ പിൻഭാഗത്തും യമുനയാണ്. നദിക്കരയിലൂടെ നടന്നാൽ താജിൽ എത്തുവാൻ 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3. ബൈനോക്കുലറിലൂടെ നോക്കുമ്പോൾ അത്ര വ്യക്തമല്ലെങ്കിലും കാണാം പച്ചസാരി ഉടുത്ത് സൺഗ്ലാസും വെച്ചു ഭീമാകാരമായ ഉരുളൻ തൂണിൽ ചാരി ജയന്തി നിൽക്കുന്നത്. ഇടയ്ക്ക് അവൾ ബൈനോക്കുലറിലൂടെ നോക്കുന്നുണ്ട്. അവൾ തന്നെയും കാണുന്നുണ്ടാകും. സന്ദർശകർ കൂടി വരുമ്പോൾ അവളുടെ രൂപം മറയുന്നു. അവധി ദിവസങ്ങളിൽ താൻ വണ്ടിയുമായി സെന്റ് ക്ലെയർ സ്കൂളിൻ്റെ ഗേറ്റിനു വെളിയിൽ കാത്തു നിൽക്കും, അവളെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുവാൻ. എയർഫോഴ്സ് ക്യാമ്പിനുള്ളിൽ മിലിറ്ററി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് അവൾ പഠിപ്പിക്കുന്ന സ്കൂള്. ക്യാമ്പിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ പ്രത്യേക അനുമതി വേണം. ജയന്തി സ്കൂളിലെ ജോലി രാജിവെച്ച് ആഗ്രയിൽ നിന്നും 8 കിലോമീറ്റർ അകലെ സഞ്ജയ് പ്ലേസിലെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന കാലയളവിലാണ് താൻ ജീവിതത്തിൽ ഏറ്റവും അധികം ആനന്ദം അനുഭവിച്ചിട്ടുള്ളത് എന്ന് സ്റ്റാൻലി ഓർത്തു. ഒരിക്കൽ അങ്ങനെ താജിലെ ഗോപുരം ചാരി തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ വൈജയന്തി പറയുകയാണ്, ഇപ്പോൾ ഗംഗേട്ടനോ മാലതിയെടുത്തിയോ ഇതൊന്ന് കാണണം. അവരങ്ങ് ഡൽഹിയിലല്ലേടി പെണ്ണെ, അവരെങ്ങനെ കാണാനാ നമ്മളെ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവർക്കും തോന്നുമല്ലോ ഒരു ഒഴിവു ദിവസം താജ്മഹലിൽ പോകണമെന്ന്. ഡൽഹിയിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് ഇങ്ങോട്ട്? 3 മണിക്കൂർ അല്ലെങ്കിൽ 3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ മതി. അവർ വന്ന് കണ്ടാലെന്താ? എനിക്കത് ഓർക്കാൻ പോലും വയ്യ. എൻ്റെ കാലും കയ്യും ഒക്കെ അന്നേരം വിറയ്ക്കും. കൊള്ളാം. പിന്നെ എങ്ങനെ നിനക്ക് ഈ ധൈര്യമുണ്ടായി? പുനലൂരുകാരൻ നസ്രാണി ചെറുക്കനെ പ്രേമിക്കാൻ? ഉടനെ അവളുടെ വിരലുകൾ മെല്ലെ തൻ്റെ കൈത്തണ്ടയിലൂടെ സഞ്ചരിക്കുന്നു. തൻ്റെ വിരലുകളിൽ വന്ന് അത് കോർത്തു പിണയുന്നു. എന്നിട്ട് മെല്ലെ പറയുകയാണ്, എനിക്കറിയില്ല. അവൾ പതിയെ തൻ്റെ തോളത്തേക്ക് തല ചായ്ച്ച് യമുനയുടെ മറുകരയിലേക്ക് വെറുതെ നോക്കിയിരിക്കുകയാണ്. അത് മൂകമായ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. അതായത്, ഈ ഒരൊറ്റയാളുടെ ധൈര്യത്തിലും സ്നേഹത്തിലും സുരക്ഷിതത്തിലും മാത്രം വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം. ജയന്തി അന്ന് ഗർഭിണിയായിരുന്നു. അതുകൊണ്ടാണ് വാടക വീടെടുത്ത് രഹസ്യമായി അവളെ മാറ്റിപ്പാർപ്പിച്ചതും.
ഒരു കുഞ്ഞ് അവളുടെ ഉദരത്തിൽ വളരുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞാണ് ഇന്ന് തൻ്റെ മുമ്പിൽ ഒരു അപേക്ഷ വെച്ചത്. പപ്പ തന്നെ അമ്മയോട് പറയണം, ഇത് നമ്മുടെ മോളാണെന്ന്. വേറെ ആരു പറഞ്ഞാലും അമ്മയ്ക്കത് താങ്ങാൻ പറ്റില്ല എന്ന്. സ്റ്റാൻലി ഹൃദയഭാരത്തോടെ കിടക്കയിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു. എത്ര സമയമായി ഉറങ്ങാൻ കിടന്നിട്ട്? ഇപ്പോൾ രാത്രി എത്ര മണിയായി? അയാൾക്കൊരു ഊഹവും കിട്ടുന്നില്ല. തലയിലൂടെ കൈവിരലുകൾ ചികഞ്ഞുകൊണ്ട് അയാൾ മറ്റെന്തെങ്കിലും ആലോചിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഉറങ്ങുവാൻ കഴിയുന്നില്ല. ആരോ മൂടിക്കിടന്ന ഓർമ്മകൾ ഇളക്കി മറിച്ചിരിക്കുന്നു. തീപ്പൊരികൾ ചിതറുകയാണ്. സ്റ്റാൻലി എഴുന്നേറ്റു മുറിയിലൂടെ 2 ചാൽ നടന്നു. അലീന പറഞ്ഞതെല്ലാം സത്യമാണോ? എല്ലാവരും ചേർന്ന് വൈജയന്തിയെ ചതിക്കുകയായിരുന്നോ? താൻ ഇതുവരെ കരുതിയിരുന്നതെല്ലാം തെറ്റായിരുന്നോ? അലീന പറഞ്ഞതെല്ലാം അയാൾ ഓർത്തു. വൈജയന്തി ഇപ്പോൾ ഭയങ്കര ദേഷ്യക്കാരിയാണത്രേ. സ്റ്റാൻലിക്ക് അത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അയാൾ ഒരിക്കലെങ്കിലും ആ ദേഷ്യം കണ്ടിട്ടില്ല. അയാൾ ചിന്തിക്കുകയാണ്, അവൾക്ക് ദേഷ്യപ്പെടാൻ അറിയാമായിരുന്നോ? ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ ശാന്തശീലവും സൗമ്യവും ആയിരുന്നല്ലോ ജയന്തി. ചില കൊച്ചു കൊച്ചു പിണക്കങ്ങളും പരിഭവങ്ങളും മാത്രമേ അവളിൽ നിന്ന് താൻ കണ്ടിട്ടുള്ളൂ. സ്റ്റാൻലി പെട്ടെന്ന് സ്ഥലകാലബോധം വന്നതുപോലെ നടപ്പ് നിർത്തി. ഔതക്കുട്ടിച്ചായന്റെ മുറിയുടെ വാതിലിലായിരുന്നു അയാൾ നിന്നത്. അവിടേക്ക് തന്നെയാണ് അയാൾ വരുവാൻ ഉദ്ദേശിച്ചതും. സ്റ്റാൻലി വാതിലിൽ മെല്ലെ മുട്ടി വിളിച്ചു. ഔതക്കുട്ടിച്ചായൻ നല്ല ഉറക്കത്തിലായിരുന്നു. വാതിലിൽ മുട്ടുന്നത് കേട്ടുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ ഉണർന്നെഴുന്നേറ്റ് കണ്ണു തിരുമ്മിക്കൊണ്ടുവന്ന് വാതിൽ തുറന്നു. വാതിലിനു വെളിയിൽ സ്റ്റാൻലി നിൽക്കുന്നത് കണ്ട് ഔതക്കുട്ടിച്ചായൻ അന്തം വിട്ടു. എന്നാ ലാലിച്ച, വെറുതെ അപ്പച്ചനോടൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ഔതക്കുട്ടിച്ചായൻ അമ്പരപ്പിൽ മേശപ്പുറത്തെ ടൈം പീസിലേക്ക് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ നേരത്തോ? 1:30 മണി കഴിഞ്ഞിരിക്കുന്നു. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. സ്റ്റാൻലി മുറിക്കകത്തേക്ക് കയറി ചെന്നു. ഔതക്കുട്ടിച്ചാൻ വീണ്ടും ചോദിക്കുക, നിനക്കെന്നാ പറ്റി ലാലിച്ച? ഒന്നും പറ്റിയില്ല. ഓരോന്നാലോചിച്ച് കിടന്നപ്പോൾ ഉറക്കം വന്നില്ല. അപ്പച്ചനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എടാ, അതൊക്കെ നാളെ പറഞ്ഞാൽ പോരെ? പോരാ, നിനക്ക് ഉറക്കം വരുന്നില്ലെന്നും വെച്ചു ബാക്കിയുള്ളവർക്ക് കിടന്നുറങ്ങണ്ടേ? ഔതക്കുട്ടിച്ചായൻ 2-3 തവണ കോട്ടുവായി ഇട്ടു. സ്റ്റാൻലി ഒരു മുഖവരയായിട്ട് പറയുകയാണ്, ഞാൻ ഒരു പഴയ കാര്യമാ ചോദിക്കാൻ പോകുന്നത്. അത്രയ്ക്ക് പഴക്കമുള്ള കാര്യം. ഈ പാതിരാത്രിയിൽ വിളിച്ചുണർത്തി പറയാൻ തക്കവണ്ണം എന്തോ നാടാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ, മനസ്സിലാക്കി തരാം. ഞാനും വൈജയന്തിയും തമ്മിലുള്ള മാരേജ് നടക്കാതിരിക്കുവാൻ വേണ്ടി കൊട്ടാരമറ്റക്കാരും കൊല്ലപ്പള്ളിക്കാരും കൂടി ചേർന്ന് ഒരു കള്ളക്കളി കളിച്ചിരുന്നോ? ഔതക്കുട്ടിച്ചാൻ കണ്ണുമിഴിച്ചു. ഇത് ചോദിക്കാൻ വേണ്ടിയാണോ നീ എന്നെ വിളിച്ചുണർത്തിയതും? അതും ഈ പാതിരാ കഴിഞ്ഞ നേരത്തെ? അപ്പച്ചൻ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. കൊല്ലപ്പള്ളിക്കാർക്ക് ഇഷ്ടമല്ലായിരുന്നു നീ അവളെ കെട്ടുന്നത്. എനിക്കും ഇഷ്ടമല്ലായിരുന്നു. നീ അതിനിടയ്ക്ക് കാറിടിച്ച് ആശുപത്രിയിലായി. എന്നിട്ട് വൈജയന്തിയോട് പറഞ്ഞത് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു എന്നാണോ? അതോ മറ്റൊരുത്തിയുമായിട്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചെന്നാണോ? എൻ്റെ ലാലിച്ച, അവളുടെ അപ്പനും ആങ്ങളമാരും ചേർന്ന് അവളോട് അങ്ങനെ പറഞ്ഞു കാണും. അതിന് നമ്മൾ എന്തു പിഴച്ചു? അപ്പച്ച, അപ്പച്ചനും ആ കപടം നാടകത്തിൽ അഭിനയിച്ചില്ലേ? എൻ്റെ കല്യാണക്കുറി വ്യാജമായിട്ട് അടിച്ചു കൊടുത്തത് അപ്പച്ചനല്ലേ? എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് വരുത്തി തീർക്കുവാൻ അപ്പച്ചനും മുന്നിട്ട് നിന്നില്ലേ? എടാ, ഞാൻ അന്നത്തെ കാലത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുടുംബത്തിൻ്റെ സൽപ്പേരിനു കൂടി മാത്രമാണ്. നിനക്ക് മാത്രം അങ്ങ് സുഖമായിട്ട് ജീവിച്ചാൽ പോരല്ലോ. 2 അനുജത്തിമാരും 3 അനുജന്മാരും അന്ന് നിനക്ക് താഴെ വളർന്നു വരുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഞാനല്ലാതെ പിന്നെ ആരാ ചിന്തിക്കേണ്ടത്? ആ ശരി, പക്ഷെ ഒരു കാര്യം കൂടി. അന്ന് വൈജയന്തി പ്രസവിച്ച് ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് വരുത്തി തീർത്തത് അപ്പച്ചനും കൂടി ചേർന്നിട്ടായിരുന്നു. അതിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. അതൊക്കെ അവര് തന്നെ ചെയ്തതാണ്, അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചു. എടാ, ഇതൊന്നും പുതിയ വിവരങ്ങളല്ലല്ലോ. ആ മേനോൻ നിന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ ലാലിച്ച? അതെ, മേനോൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അന്ന് അതൊന്നും എന്നെ സ്പർശിച്ചില്ല. ജീവിതത്തിൽ തോറ്റുപോയവനായിരുന്നല്ലോ ഞാൻ. മനസ്സു മരവിച്ചവനും ഒന്നും നേടിയിട്ടില്ലാത്തവൻ. ആരൊക്കെ ചത്താലും ജീവിച്ചാലും എന്നെ അതൊന്നും ബാധിക്കില്ലായിരുന്നു. കുറച്ചു നായ്ക്കളും ഞാനും. ആരോടും ഉത്തരം പറയണ്ട, ആരെയും നോക്കണ്ട. നാളെ അങ്ങ് മരിച്ചു വീണാലും സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എൻ്റെ മകൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയണം. എനിക്ക് കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കണം. ഞാൻ ജീവിതത്തിൽ തോറ്റുപോയവനാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. അപ്പച്ചന് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? ആ വൃദ്ധൻ ഒരു അമ്പരപ്പോടെ മകൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്.
സ്റ്റാൻലി വീണ്ടും പറയുക. ശരി, അപ്പച്ചൻ കിടന്നോ? സ്റ്റാൻലി തിരിച്ചു നടന്ന് തൻ്റെ മുറിയിലെത്തി ജനാലവിരി വകഞ്ഞു മാറ്റി സൈഡിൽ വിൻഡോ ഒരു വശത്തേക്ക് നീക്കി. പുറത്തെ അന്തരീക്ഷം നന്നായി തണുത്തിട്ടുണ്ട്. അതോ അയാളുടെ മനസ്സിൽ ഓർമ്മചിത്രങ്ങളും സങ്കല്പങ്ങളും അവ്യക്തമായ തീരുമാനങ്ങളും കൂടി കുഴയുവാൻ തുടങ്ങി. തൻ്റെ മകൾ പറഞ്ഞത് ശരിയാണ്. താൻ വൈജയന്തിയെ ഒരിക്കൽ കൂടിയെങ്കിലും കാണേണ്ടതാണ്. വൈജയന്തിയും താനും തമ്മിൽ അകന്നുപോയതിൽ തനിക്ക് മനഃപൂർവമായ ഒരു പങ്കും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് തൻ്റെ നിരപരാധിത്വം അവളെ ബോധ്യപ്പെടുത്തേണ്ടതുമാണ്. പിന്നെ അലീനയുടെ ആഗ്രഹം പോലെ ജീവിച്ചിരിപ്പില്ലെന്ന് വൈജയന്തി കരുതുന്ന അവൾ നൊന്തു പ്രസവിച്ച മകളെ അവളുടെ മുമ്പിൽ കൊണ്ടു നിർത്തി ഇത് നമ്മുടെ മകളാണെന്ന് വെളിപ്പെടുത്തുകയും വേണം. കാരണം മകളെ തിരിച്ചറിയുവാൻ ഭൂമിയിൽ ഏറ്റവും അവകാശം സ്വന്തം അമ്മയ്ക്ക് തന്നെയാണ്. സ്റ്റാൻലി തൻ്റെ കൈകൾ പിറകിൽ പിണച്ചുകെട്ടി വീണ്ടും മുറിയിലൂടെ നടക്കുവാൻ തുടങ്ങി. തുടർന്ന് കാണുന്നത് മണിശങ്കറും ബാലചന്ദ്ര മേനോനെയുമാണ്. ബാലചന്ദ്ര മേനോന്റെ ജുവലറി ഷോപ്പിലാണ്. ജുവലറിയിലേക്ക് ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നത് കണ്ണാടി വാതിലിലൂടെ ശ്രദ്ധിക്കുകയും കടയ്ക്കുള്ളിലെ പ്രവർത്തനങ്ങൾ CCTVയിലൂടെ വീക്ഷിക്കുകയും ചെയ്യുന്നതിനിടയിലും ബാലചന്ദ്ര മേനോൻ മണിശങ്കർ പറയുന്നതിന് ചെവി കൊടുക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഒരു ഒഴുക്കൻ മട്ടിൽ ബാലചന്ദ്ര മേനോൻ അവനെ ആശ്വസിപ്പിക്കുകയാണ്. അതൊന്നും സാരമില്ലടാ, നീ വിടെ. ബാലചന്ദ്ര മേനോൻ സ്റ്റാൻലി ജോസഫിന്റെ പ്രവൃത്തിയെ അതിനിശ്ചിതമായി കുറ്റപ്പെടുത്തുമെന്നും തനിക്ക് വലിയ പിന്തുണ വാഗ്ദാനം ചെയ്യുമെന്നും മണിശങ്കറിന്റെ പ്രതീക്ഷ. അവന് നിരാശയായി. അവൻ പറയുകയാണ്, അങ്കിളെ, അതിന് ഞാൻ വല്ല തെറ്റും ചെയ്തോ? ഇല്ല. ആര് പറഞ്ഞു നീ തെറ്റ് ചെയ്തെന്ന്? അലീനയുടെ പപ്പയ്ക്ക് എന്നോട് അങ്ങനെ പെരുമാറാൻ കൊള്ളാവോ അങ്കിളെ? മനു, നിന്റെ ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെ നിനക്ക് വലുതായിരിക്കും. അലീനയുടെ മനസ്സിലും നീ വലുതായിരിക്കും. പക്ഷേ സ്റ്റാൻലി ജോസഫിന്റെ കണ്ണിൽ നീ തീരെ ചെറുതാണ്. ആ മട്ടിലാണ് അയാൾ പെരുമാറിയത്. അങ്കിളും ആ മിലിട്ടറിക്കാരൻ്റെ പക്ഷത്താണോ? മേനോൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അല്ലടാ, ഞാൻ നിന്റെ പക്ഷത്ത് തന്നെയാണ്. നീ എനിക്ക് അത്ര ചെറുതൊന്നും അല്ലല്ലോ. അയാൾ പറയാനുള്ളത് അയാൾ പറഞ്ഞു. അയാൾ അവളുടെ അച്ഛനല്ലേ? നിനക്ക് അലീനയോടുള്ള സ്നേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട ആളല്ലല്ലോ അയാൾ. സ്റ്റാൻലിക്ക് തൻ്റെ മകളെ സംബന്ധിച്ചുള്ള ചില കണക്കൂട്ടലുകളൊക്കെ കാണും. അവളെ ഒരു ക്രിസ്ത്യൻ യുവാവിനെ കൊണ്ട് കെട്ടിക്കണം. സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് വേണം അവളെ അയക്കാൻ. ഇനിയുള്ള ജീവിതകാലം അവൾ അല്ലലും ദുരിതങ്ങളും ഇല്ലാതെ സന്തുഷ്ടമായി ജീവിക്കുന്നത് കാണാം. ഇതൊക്കെ ഒരു അച്ഛൻ്റെ ന്യായമായ ആഗ്രഹങ്ങളല്ലേ? അപ്പോൾ മണിശങ്കർ പറയുകയാണ്, ഞാനെന്താ അങ്കിളെ, തീരെ കൊള്ളരുതാത്തവനാണോ? അങ്കിളിനറിയാലോ, കൈതക്കൽ മാളിക വീട്ടുകാർക്കോ അന്നും ഇന്നും ഒന്നിനും ഒരു കുറവുമില്ല. ഭൂസ്വത്തുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, ജോലിയും വരുമാനവുമുണ്ട്, അന്തസ്സും മാന്യതയുമുണ്ട്. എടാ, സ്റ്റാൻലിക്ക് നിന്നേക്കാൾ യോഗ്യനായ ഒരുത്തിനെ കൊണ്ട് അലീനയെ കെട്ടിക്കണമായിരിക്കും. പിന്നെ ജാതിയും മതവും ഒക്കെ അയാളെ അലട്ടുന്നുണ്ടായിരിക്കാം. ഇതിനെല്ലാം പുറമെ ജയന്തിയോടും നിന്റെ വീട്ടുകാരോടും അയാൾക്ക് പകയും കാണും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അയാൾ നിന്നോട് ഒരുവിധം മാന്യമായിട്ട് തന്നെയാണ് പെരുമാറിയിരിക്കുന്നത്. ശരി അങ്കിളെ, അപ്പോൾ ഞാൻ ഇനി എന്നാ ചെയ്യണമെന്നാ ഈ പറയുന്നത്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അലീന നിന്റെ പക്ഷത്തല്ലേ? അതെ, പിന്നെന്താ നിന്റെ പ്രശ്നം? അതല്ലേ നമുക്ക് വേണ്ടത്. പക്ഷേ അങ്കിള്, അവളുടെ പപ്പയുടെ സമ്മതമില്ലാതെ അവൾ ഒന്നിനും തയ്യാറല്ല. മനു, നിനക്ക് അവളെ വേണം. പക്ഷെ നീ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ അവളെ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. അവൾ നിനക്കൊരു വാക്ക് തന്നിട്ടല്ലേ പോയിരിക്കുന്നത്. അപ്പോൾ നീ കുറെ കാത്തിരിക്കണം. വീട്ടിലാണെങ്കിൽ എല്ലാവരും എന്നെ നിർബന്ധിക്കുകയാണ് അങ്കിളെ. വയസ്സ് 28ആയി. അങ്ങനെയാണെങ്കിൽ നീ വേറൊരു കല്യാണം കഴിക്കണം. അതിനും അവൾ സമ്മതിച്ചിട്ടുണ്ടല്ലോ. മണിശങ്കർ ബാലചന്ദ്ര മേനോന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അല്പനേരം ഇരുന്നു. ഒരു കാര്യം അവന് വ്യക്തമായി. തൻ്റെ തീവ്രമായ നിലപാടിൽ നിന്നും യാതൊരു അർത്ഥവുമില്ല. മനു, അലീന കടപ്പാട്ടൂർ ഉണ്ടായിരുന്നപ്പോഴത്തേതുപോലെ കാര്യങ്ങളെ നീ കാണരുത്. അന്നവൾ അനാഥയായിരുന്നു. എൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു. നമ്മൾ അവളെ അങ്ങനെ കരുതിയിരുന്നില്ല. എങ്കിലും അവൾക്കൊരു ഉറച്ച ബന്ധമോ വീടോ അഡ്രസ്സോ ഒന്നുമില്ലായിരുന്നു. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ചെക്ക് എഴുതി കൊടുക്കാവുന്ന ബാങ്ക് ഡിപ്പോസിറ്റ് പോലെ ആയിരുന്നു അവൾ. ഇപ്പോഴോ അവൾ ഒരു അനാഥയല്ല. അവളോട് ധാരാളം സ്നേഹമുള്ള ഒരു പപ്പ അവൾക്കുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവൾക്ക് അയാളോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും വയ്യ. നമ്മൾ ചെറിയ തിരകളുള്ള കടൽപ്പരപ്പ് മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ ആഴം നമുക്കറിയില്ല. എനിക്കറിയാം അങ്കിളെ, അലീന എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. മനു, 24 വർഷത്തോളം അവൾക്ക് ഈ ഭൂമിയിൽ
സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു എന്ന് നീ ഓർക്കണം. ഇപ്പോൾ അവൾക്ക് വീടുണ്ട്, സ്വാതന്ത്ര്യവും അധികാരവുമുണ്ട്, അഡ്രസ്സുണ്ട്, അവളുടെ ജീവിതം സുരക്ഷിതമാണ്. നിനക്ക് ജന്മനാ അതെല്ലാം തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് നിനക്കതിൻ്റെ വില അറിഞ്ഞുകൂടാ. നീ വേണമെങ്കിൽ അവളെ കല്യാണം കഴിക്കുവാൻ വേണ്ടി നിന്റെ അച്ഛനെയും അമ്മയെയും കുടുംബവും സ്വത്തും ഒക്കെ ഉപേക്ഷിച്ചെന്നിരിക്കും. നിനക്ക് എന്നു വേണമെങ്കിലും വീട്ടിലേക്ക് തിരികെ ചെല്ലാം, അവകാശവും സ്ഥാപിക്കാം. നിനക്ക് ലോകത്തിൻ്റെ മുമ്പിൽ അവരുമായി ശക്തമായ ബന്ധങ്ങളുണ്ട്. അതേസമയം അവൾക്കോ ആകെക്കൂടിയുള്ളത് അവളുടെ പപ്പ. അവൾക്ക് കൊടുക്കുന്ന അംഗീകാരവും സ്നേഹവും അതാണ്. ആ കുടുംബത്തിലേക്കുള്ള ഒരേ ഒരു വാതിലാണത്. സ്റ്റാൻലി ആ വാതിൽ അടച്ചു കഴിഞ്ഞാൽ അവൾ അനാഥയായി പോകും. കണ്ണില്ലാതെ ഇരുന്നിട്ട് പിന്നീട് കാഴ്ച കിട്ടിയവർക്ക് അതിൻ്റെ വില അറിയൂ. ജന്മനാൽ തന്നെ കാഴ്ചയുള്ളവർക്ക് അതൊരു സാധാരണ അവയവം മാത്രമാണ്. മനുശങ്കറിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇതുവരെ താൻ കരുതിയിരുന്നത് സ്റ്റാൻലി വിസമ്മതിച്ചാൽ പോലും അലീനയ്ക്ക് താനുണ്ടല്ലോ, അവൾക്ക് ധൈര്യമായി തന്നോടൊപ്പം ഇറങ്ങി വന്നുകൂടെ എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുവാൻ കഴിയുന്നുണ്ട്. ബാലചന്ദ്രൻ വീണ്ടും പറയുകയാണ്, സാരമില്ല, നീ വിഷമിക്കണ്ട. സ്റ്റാൻലിക്കൊരു മനംമാറ്റം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മണിശങ്കർ ചോദിക്കുകയാണ്, അവൾക്കിപ്പോൾ അധികാരത്തോടെ സ്വന്തമെന്ന് പറയുവാൻ പപ്പ മാത്രമല്ലേ ഉള്ളൂ എന്നതുകൊണ്ടല്ലേ ഇങ്ങനെ ആ ഒരു കടുംപിടുത്തം? അവൾക്കൊരു അമ്മ കൂടി ഉണ്ടെന്ന് വന്നാലോ? അത് അയാൾക്കറിയാമല്ലോടാ. ബാലചന്ദ്രമേനോൻ മനുവിനെ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ മനസ്സിലെ ചിന്ത അയാൾ വായിച്ചു. സ്വന്തം അമ്മയുടെ സ്നേഹവും അംഗീകാരവും കൂടി അലീനയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ മറുവശത്തു നിന്നുള്ള സമ്മർദ്ദം കുറയുമെന്നും അലീനയ്ക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യമായി ചിന്തിക്കുവാൻ കഴിയുമെന്നും കണക്ക് കൂട്ടുകയാണെന്ന് അവനെന്ന് അയാൾക്കും മനസ്സിലായി. ഉടനെ ബാലചന്ദ്രമേനോൻ വീണ്ടും ചോദിക്കുകയാണ്, ഇവിടെ ഒരു കഴുതയിരിപ്പുണ്ടല്ലോ മനു, എല്ലാ വിഴുപ്പുകളും പാണ്ഡവും കെട്ടി ചുമക്കുന്നവൻ, അയാളെ എന്തു ചെയ്യും? ആ ചോദ്യം കേട്ടു മണിശങ്കർ ഒരു നിമിഷം അന്താളിച്ചു പോയി. പതുക്കെ പതുക്കെ അവൻ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. സോറി അങ്കിൾ, ഐ ആം സോറി. ഞാൻ എൻ്റെ കാര്യം മാത്രമേ ഓർത്തുള്ളൂ. അങ്കിളിനെ വിട്ടുകളഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കാം അല്ലേ മനു? സ്റ്റാൻലി പറഞ്ഞതിൽ അല്പം കാര്യമുണ്ട്, നീ അത് ചിന്തിക്കണം. പൈസ കൂട്ടി വെക്കണമെന്ന് അവൾക്ക് ആഗ്രഹമില്ല. കയ്യിലുള്ളത് കൊടുക്കുന്നതാണ് അവൾക്ക് സംതൃപ്തി. കൊടുക്കാം മക്കളെ, ഞാനും അത്ര പിശുക്കനൊന്നുമല്ല. അവൾക്ക് 23 വർഷം ആഹാരവും വസ്ത്രവും തലചായ്ക്കാൻ ഇടവും നൽകിയ ഒരു ലോകത്തിലേക്കല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഒരു ലോൺ തിരിച്ചടയ്ക്കുന്നത് പോലെ ഞാൻ കരുതിക്കൊള്ളാം. സന്തോഷമേ ഉള്ളൂ. മണിശങ്കർ കസേരയിലിരുന്ന് എഴുന്നേറ്റു. ഉടനെ വീണ്ടും ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അപ്പോൾ ഇനി എന്താ നിന്റെ പരിപാടി? അങ്കിൾ ഇപ്പോൾ വീട്ടിലേക്കുണ്ടോ? ഇല്ല, ഞാൻ എന്തായാലും അങ്കിളിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് എല്ലാവരെയും കാണണം, ക്ഷേമം അന്വേഷിക്കണം. എന്നെ ചുമതലപ്പെടുത്തി വിട്ടിരിക്കുകയാണ് അലീന. ഓ അത് ശരി. എന്നിട്ട് എൻ്റെ ക്ഷേമം അന്വേഷിച്ചോ നീ? ഇല്ലല്ലോ. ചുമ്മാ ഒന്ന് പോ അങ്കിളെ. അങ്കിളിൻ്റെ കാര്യമൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. അങ്കിളിനെയൊക്കെ അവൾ എപ്പോഴേ മറന്നു കഴിഞ്ഞു. ഒരു ചെറു പുഞ്ചിരിയോടുകൂടി മനു പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങി. എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് ബാഗ് തുറന്ന് അതിൽ നിന്നൊരു പ്ലാസ്റ്റിക് കവർ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഇതെന്താണ്? ഈ കൊല്ലക്കുടിയിൽ സൂചി വിൽപ്പന എന്ന് കേട്ടിട്ടില്ലേ? അങ്കിളിന് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് സ്വന്തമായിട്ട് ഉള്ള കാര്യം പോലും അവൾ മറന്നു കാണും. ബാലചന്ദ്ര മേനോൻ ആ കവർ തുറന്നു നോക്കി. ഒരു ടീഷർട്ട്. മനു അപ്പോൾ വീണ്ടും പറയുകയാണ്, അവൾ കൽക്കട്ടയിലോ മറ്റോ പോയപ്പോൾ വാങ്ങിയതാ. ഇതിട്ടാൽ അങ്കിൾ കുറച്ചുകൂടി ചെറുപ്പക്കാരനായെങ്കിലോ. എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. മണിശങ്കർ ക്യാബിനുള്ളിൽ നിന്നും ഇറങ്ങിപ്പോയി. ബാലചന്ദ്ര മേനോൻ ടീഷർട്ട് പൊതിഞ്ഞിരുന്ന സുതാര്യമായ പ്ലാസ്റ്റിക്കിൻ്റെ ആവരണം നീക്കി. നീലയും വെള്ളയും ചുവപ്പും 2 ഇഞ്ച് വീതിയിൽ മാറി മാറി നെയ്ത ഒരു ടീഷർട്ട്. അയാൾ അത് വിടർത്തി നെഞ്ചോട് ചേർത്ത് വെച്ചു ഭംഗി നോക്കി. അങ്ങനെ തന്നെ കുറേ നേരം ഇരുന്നു. താൻ അലീനയ്ക്ക് പലപ്പോഴായി ഡ്രസ്സുകൾ വാങ്ങി കൊടുത്തിട്ടുള്ളത് അയാൾ ഓർത്തു. എന്നെങ്കിലും ഇതൊക്കെ തിരിച്ചു കിട്ടും എന്ന് കരുതിയല്ല കൊടുത്തത്. പക്ഷേ ഇപ്പോൾ അതിന് താൻ വാങ്ങിക്കൊടുത്തിട്ടുള്ള എല്ലാറ്റിനേക്കാളും വിലയുണ്ടെന്ന് അയാൾക്ക് തോന്നി. മണിശങ്കർ കടപ്പാട്ടൂർ എത്തിയപ്പോൾ അവിടെ കൃഷ്ണജയും രോഹിത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈജയന്തി ജോലി കഴിഞ്ഞ് എത്തിയിട്ടില്ല. ബബിത വൈകുന്നേരം മാത്രമേ എറണാകുളത്തുനിന്ന് വരികയുള്ളൂ. താൻ അലീനയെ കാണാൻ പോയിരുന്നു എന്ന് മണിശങ്കർ രോഹിത്തിനോടും കൃഷ്ണയോടും പറഞ്ഞു. അവർക്ക് വേണ്ടി കൊടുത്തയച്ച സമ്മാനങ്ങളും കൊടുത്തു. കൃഷ്ണതയ്ക്ക് ഷോർട്ട് ടോപ്പും രോഹിത്തിന് കടും ചുവപ്പും റോസും ഇടകലർന്ന ഷാളും. അവനത് സന്തോഷത്തോടെ പുതച്ചുകൊണ്ട് അല്പനേരം ഇരുന്നു. ജയന്തി വന്നപ്പോൾ 5:30 മണിയായി.
ആൻറ്റിയുടെ കാർ റിപ്പയർ ചെയ്ത് കിട്ടിയോ? മനുശങ്കർ അത്ഭുതത്തോടു കൂടിയാണ് അത് ചോദിച്ചത്. അപ്പോൾ വൈജയന്തി, ആ, പുതുതായി പണിതിറക്കിയപ്പോൾ അതിൻ്റെ നിറം കൂടി അങ്ങ് മാറി. ഇത് കൊള്ളാമോടാ, ഈ കളർ. ആ മെറ്റാലിക് ബ്ലൂ അല്ലേ, കൊള്ളാം. നീ എപ്പോ വന്നു? കുറേ നേരമായി എത്തിയിട്ട്. ചായ കിട്ടിയോ? ചായയൊക്കെ ആര് തരാനാ? വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ ചായ കൊടുക്കണമെന്ന് ആൻറ്റി പെമ്മക്കളെ പഠിപ്പിക്കേണ്ടതല്ലായിരുന്നോ? ചിരിച്ചുകൊണ്ടാണ് മനുശങ്കർ അത് ചോദിച്ചത്. അതിനു വൈജയന്തി, ഒരുത്തി ഇവിടെ നിന്ന് കുറേ കാലം പഠിപ്പിച്ചില്ലായിരുന്നോ? എന്നിട്ടെന്തായി? ആൻറ്റിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ലേ അലീനയോടുള്ള വിരോധം? അവൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് എത്ര നാളായി? അത് തീരണമെങ്കിലേ ഞാൻ മരിക്കണം. അത്രയ്ക്ക് ദ്രോഹം അവൾ എന്നോട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴെന്താണ് അവളെക്കൊണ്ട് ശല്യം? ഇപ്പോഴും ബാധ ഒഴിഞ്ഞിട്ടില്ലല്ലോ ചിലരുടെയൊക്കെ മനസ്സിൽ നിന്ന്. എൻ്റെ ആൻറ്റി, ആൻറ്റി എന്തറിഞ്ഞുകൊണ്ടായി ഈ പറയുന്നത്? ഓ, നീ അവളുടെ കക്ഷിയാണല്ലോ. നീ അവളെ കെട്ടാനിരിക്കുകയാണെന്നൊക്കെ കേട്ടു. അതെ, കെട്ടാനിരിക്കുകയാണ്. നിനക്ക് ഭ്രാന്തുണ്ടോ മനു? നീ അവളെ കെട്ടിക്കൊണ്ട് കൊല്ലാപ്പള്ളിയിലോട്ട് ചെല്ല്. കമലയിടത്തി ചൂലെടുത്ത് രണ്ടിനെയും അടിച്ചിറക്കും. ഞാനും ശിവേട്ടനും ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു കല്യാണം നടത്താമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. കല്ലുകൊത്താനും പിച്ചതണ്ടാനും ലക്ഷണം പറയാനും നടക്കുന്ന ഒരു കാക്കാത്തിയെ കെട്ടിക്കൊണ്ടുവാ. ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കും. പക്ഷേ ഇത് നമ്മുടെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെപ്പോലും നിന്റെ കൂടെ നിൽക്കുമെന്ന് എൻ്റെ പൊന്നുമോൻ സ്വപ്നത്തിൽ പോലും കരുതണ്ട. അത് കേട്ടുകൊണ്ട് മനുശങ്കർ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി പറയുകയാണ്, വേറെ ആരുടെയും സമ്മതം കിട്ടിയില്ലെങ്കിലും ആൻറ്റിയുടെ സമ്മതം വാങ്ങിയിട്ടേ ഞാൻ അവളെ കല്യാണം കഴിക്കൂ. ആര്? എൻ്റെയോ? ആൻറ്റി സന്തോഷത്തോടെ സമ്മതിക്കുന്ന ഒരു ദിവസം ഉണ്ട് ആൻറ്റി. ആൻറ്റി കൂടെ നിന്ന് ഞങ്ങളുടെ കല്യാണം നടത്തിത്തരും. നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ കണ്ണുകളോടെ ആൻറ്റി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതിന് വൈജയന്തി ഇനി 7 ജന്മം ജനിച്ചു മരിക്കണം. ഈ ജന്മത്തിൽ തന്നെ അതൊക്കെ നടക്കൂ ആൻറ്റി. എൻ്റെ മനു, നീ ചുമ്മാ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കല്ലേ. എനിക്ക് ദേഷ്യം വരുന്നു. വൈജയന്തി ദേഷ്യം പൂണ്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. മനുശങ്കർ ഒരു ഗൂഢമായ ചിരിയോടുകൂടി അത് നോക്കി അങ്ങനെ നിന്നു.